ഹലോ, ഇന്ന് നമ്മൾ ഒരു മോര് കറിയാണ് കേട്ടോ വെച്ചത്. അപ്പം നേന്ത്രക്കായ ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് മോര് കറി വെച്ചത്. മോര് കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് മീൻ കിട്ടി. അപ്പോൾ മീൻ കറി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ തേങ്ങ അരയ്ക്കാത്തൊരു മീൻ കറിയാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. അതിനായിട്ട് കൊച്ചുള്ളിയും ഒരു കഷ്ണം സബോളയും വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് വാട്ടിയെടുക്കുക. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 2 ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി നല്ല പോലെ ഒന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ അരയ്ക്കാത്ത മീൻ കറിയാണ് കേട്ടോ. പക്ഷെ തേങ്ങ അരച്ച പോലെ തന്നെ നല്ല കട്ടിയിൽ ഉണ്ടാവും ഇതിൻ്റെ ചാറ്. അപ്പോൾ തക്കാളി ഉള്ളി നല്ലപോലെ വാടി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ വേണം മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നാളികേരം അരയ്ക്കാത്ത കറിയാന്നേ പറയില്ല കേട്ടോ. കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറി. അപ്പോൾ കുടംപുളിയൊക്കെ ഇട്ട് നല്ല പോലെ തിളച്ച് വന്നു. അപ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി ഉപ്പൊക്കെ കറക്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ, കിളിമീനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ കിളിമീൻ ഇട്ട് കൊടുക്കാം. ഇനി അതായത് കിടന്ന് വെന്ത് നല്ലപോലെ ചാറൊക്കെ ഒന്ന് കുറുതായി വരുമ്പോൾ നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. ഞാനൊരു യൂട്യൂബ് ഒരു റെസിപ്പി കണ്ടത്. ഞാനൊരു വട്ടം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇത് രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇനി മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള മീൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മീൻ കറി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് വിളമ്പാം കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പി പിന്നെ നമ്മൾ ഇന്നലെ ചിക്കൻ പാർട്സ് കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചെടുത്തു. പിന്നെ നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത മീൻ കറി, അത് സൂപ്പറാണ് കേട്ടോ. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമ്മുടെ മീൻ കറിയും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളുണ്ടാക്കിയ മോര് കറി, കായിട്ട് വെച്ച മോര് കറിയുണ്ട്. അപ്പോൾ അത് കുറച്ച് അതും കൂടി നമുക്ക് വിളമ്പിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഊണിന് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ചക്ക കിട്ടി. അപ്പോൾ അത് ചക്ക വറക്കാം. അപ്പോൾ ചക്ക വെള്ളാരം ചക്കയാണ് കേട്ടോ കിട്ടിയത്. നല്ല വെളുത്തിരിക്കണ ചക്കയിൽ വെള്ള കളറാണിത്. അപ്പോൾ ഇത് വറക്കുമ്പോഴും ഒരു നമ്മൾ സാധാ വറക്കണ മഞ്ഞ കളർ വരുന്നില്ല കേട്ടോ. അതിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ് വറുത്തത്. പക്ഷേ ആ വെള്ള കളറ് അങ്ങോട്ട് വിട്ട് പോയുമില്ല, മഞ്ഞ കളറ് വന്നുമില്ല. വറുത്ത് കോരിയപ്പോൾ അത് ഈ ഒരു കളറിലാണ് കേട്ടോ ഇരിക്കണത്. പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതല്ലേ. അപ്പോൾ ഈ ചക്കയൊക്കെ വറുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.